എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറുവാണ്. ഇതിപ്പോൾ എല്ലാ ബൈക്കിനും ഒരേ രീതിയാണ്, വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ചിരിക്കുന്നത് വെച്ചാൽ പുറത്തുനിന്നാണ്, അതായത് ഷോറൂമില്ല, ഓഫ് മാർക്കറ്റായിട്ടാണ് ഈ ചെയിൻ സ്പ്രോക്കറ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഏകദേശം 1100 രൂപയ്ക്കാണ് നമുക്ക് ആ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഷോറൂമിൽ വിളിച്ച് നോക്കിയപ്പം ഇതിന് ഏകദേശം 1200 രൂപയാണ് ഈ ചെയിൻ സ്പ്രോക്കറ്റിന് വില വരുന്നത്, സർവീസ് ചാർജ് ഇല്ലാതെ വരുന്ന റേറ്റ്. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെയാണ് മാറുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നുണ്ട്. അതായത് നമ്മൾ 2 വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീസ് ഉപയോഗിച്ചിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്നതും, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലും ഗ്രീസോടെ മിക്സ് ചെയ്തിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് ലൂബ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് മുമ്പ് തന്നെ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് എല്ലാ വീഡിയോസും, അത് ഈ വീഡിയോ നല്ല എല്ലാ വീഡിയോയും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്യേണ്ടായി ഗിയർ ഓയിൽ യൂസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ഓയിൽ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രീസിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയത് ഒരു ഗിയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നിട്ട് ലൂബിനെ കുറിച്ച് പലരും കമൻറ്റ് ചെയ്തിരുന്നു. ലൂബാണ് യൂസ് ചെയ്യേണ്ടത്, ഗ്രീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് കുറഞ്ഞു, പെട്ടെന്ന് പൊടി പിടിക്കും. അവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് ലൂബിനേക്കാളും പെട്ടെന്ന് പൊടി പിടിക്കുന്നുണ്ട്. പക്ഷേ ലൈഫ് കുറയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ലൊരു ഇത് കിട്ടുകയും ചെയ്തു, നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഗ്രീസ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ലൂബ് യൂസ് ചെയ്യുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ലൂബ് നല്ലതാണ്, യൂസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറയില്ല, യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊരു ലൂബിൻ്റെ ബോട്ടിൽ മേടിച്ചിരുന്നു, ആദ്യം യൂസ് ചെയ്യുന്ന ലൂബായിരുന്നു. അതായത് ഏകദേശം അതിനൊരു 300 രൂപയുള്ള ഒരു ബോട്ടിലിന് വില വന്നു. അതായത് നല്ലൊരു ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ഏകദേശം 250 ml ഇടയ്ക്ക് വരുന്ന ഒരു ബോട്ടിലായിരുന്നു, ചെറിയ ബോട്ടിലാണ്. അപ്പോൾ അത് ഏകദേശം എനിക്ക് ലൂബ് യൂസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം 600 കിലോമീറ്റർ വരെ എനിക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 5 പ്രാവശ്യം ഒരു ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ 600 കിലോമീറ്റർ കൂടുമ്പോൾ ലൂബ് ചെയ്യേണ്ടി വരും. എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതിന് എനിക്കൊരു 5 പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ കിട്ടി, ഏകദേശം 300 രൂപേൻ്റെ ഒരു ബോട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മേടിച്ചത് 1100 രൂപയ്ക്കാണ്. ഷോറൂമിൽ നമ്മുടെ ഒറിജിനൽ കമ്പനി പറയുന്നത് രണ്ടും സെയിം ആണ്, റോൾ ഓൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്പ്രോക്കറ്റിന് ആകെ 1200 രൂപയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സ്പ്രോക്കറ്റ് 600 കിലോമീറ്ററിൽ ഒരു പ്രാവശ്യം നമ്മൾ ലൂബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കണക്കൂട്ടുവാണെങ്കിൽ നമുക്ക് 5 പ്രാവശ്യം എന്ന് വെച്ചാൽ 3000 കിലോമീറ്ററാണ് ഒരു ബോട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 15000 കിലോമീറ്ററിൽ നമ്മൾ ലൂബ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സാധാരണ നമ്മുടെ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളുടെയും ഓപ്പൺ ചെയിനാണ്. ക്ലോസ് ചെയിൻ ആകുമ്പോൾ കുറേ കിലോമീറ്റർ കിട്ടും. ഓപ്പൺ ചെയിൻ സ്പ്രോക്കറ്റുകൾ വരുമ്പോൾ, അതായത് ചെയിൻ സ്പ്രോക്കറ്റ് വരുമ്പോൾ നമ്മുടെ ബൈക്കുകൾക്ക് ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്, സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്റർ വളരെ കുറവ് കിട്ടും. ഒരു 15000 തൊട്ട് 25000 ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് ലൈഫ് കിട്ടുക. ഷോറൂമിൽ ചോദിച്ചാൽ ഒരു 15000 പ്ലസ് ആണ് അവർ പറയുന്നത്. 20000 ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് അവർ പറയുന്നത്. എന്നാലും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 20-25 വരെ കിട്ടിയിരിക്കാം. അപ്പോൾ നമ്മൾ 15000 കിലോമീറ്റർ വരെ കിട്ടുന്ന ഒരു ചെയിൻ നമ്മൾ ലൂബ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 5 ബോട്ടിൽ ലൂബ് വേണ്ടി വരും. അതായത് 3000 കിലോമീറ്റർ ഒരു ബോട്ടിൽ നിന്ന്, ഇപ്പോൾ 5 ബോട്ടിൽ എന്ന് പറയുമ്പോൾ 15000 കിലോമീറ്റർ. അപ്പോൾ ഒരു ബോട്ടിലിന് 300 രൂപയാണ്. അപ്പോൾ അതിന് ഏകദേശം ചിലവ് എന്ന് വെച്ചാൽ 300 × 5, അതായത് 1500 രൂപ ഈ ഒരു ലൂബിന് മാത്രം ചിലവ് വരും. അതായത് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ വില എത്രയാണെന്ന് നോക്കണം. അതായത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചപ്പോൾ 1100 രൂപയും ഷോറൂമിൽ മേടിച്ചപ്പോൾ 1200 രൂപയുള്ളൂ. അതായത് ഒരു ചെയിൻ സ്പ്രോക്കറ്റിനേക്കാളും വില കൂടുതലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ലൂബ് മേടിക്കുന്നതിന്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് 7500 തന്നിട്ട് പിന്നെ ഒരു പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് കൂടെ മേടിച്ചിരുന്ന കണക്കാവും നമ്മൾ ഈ ഒരു 15000 കിലോമീറ്റർ വരെ ഈ ഒരു ലൂബ് വെച്ചിട്ട് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഒരു ആവറേജ് മിഡ് റേഞ്ച് വണ്ടികളിലേക്കാണ്. ഇപ്പോൾ ഡ്യൂക്ക് അങ്ങനത്തെ വണ്ടികളൊക്കെ ആകുമ്പം ഈ കുറച്ച് റേസിംഗ് ബൈക്കുകളൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ ഒരു മിഡിൽ കാറ്റഗറി വണ്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതും 15000 കിലോമീറ്ററാണ് ഞാൻ പറയുന്നത്, 20000 ഒന്നുമല്ല. 15000 കിലോമീറ്റർ വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വേണ്ട ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1500 രൂപയാണ്. അതായത് എൻ്റെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റിനേക്കാളും 300 രൂപ കൂടുതൽ വരും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ഈ വീഡിയോ ലെങ്തി ആക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അഴിച്ചെടുക്കുന്നത് നമ്മുടെ ബാക്ക് ടയറാണ്. അപ്പോൾ ആ ബാക്ക് വീലിലാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സൈഡിലുള്ള ബോൾട്ട് അഴിച്ചിട്ട്, ആക്സിൽ ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ടയർ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിൽ ബോൾട്ട് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ വണ്ടി ബാക്ക് ടയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിൽ ബോൾട്ട് നമ്മൾ അഴിച്ചു മാറ്റി. ഇനി നമ്മൾ അഴിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ കവറും, അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഒരു സെൻസറും ഉണ്ട്. അപ്പോൾ അതുമാണ് അഴിക്കുന്നത്. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ സെൻസറിന് മാത്രം 4 mm LNGയാണ് വരുന്നത്. ബാക്കി ഒക്കെ വരുന്നത് 8 mm ബോൾട്ടാണ്. നമ്മൾ ചെയിനാണ് അഴിക്കുന്നത്. അപ്പോൾ ചെയിൻ്റെ ലോക്കുണ്ട്.
അപ്പോൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഈ ലോക്ക് ഇതുപോലെ അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പഴയ ചെയിൻ. അപ്പോൾ ഇത് നമ്മൾ മാറ്റുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ചെയിൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് ടയർ അഴിച്ചെടുക്കുവാണ്, പുറത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ അപ്പുറം നമ്മുടെ ആ ഒരു ബ്രേക്ക് സെറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മാറ്റിയാൽ നമുക്ക് ടയർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് ഇതാണ്, നമ്മുടെ പഴയ ചെയിൻ സ്പ്രോക്കറ്റ്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് മാറ്റി. ഈ കാണുന്ന നമ്മുടെ ഡാംബർ ബുഷാണ്. അപ്പോൾ ഈ ഡാംബർ ബുഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ ചെയിൻ സ്പ്രോക്കറ്റിലേക്ക് പവർ വരുമ്പോൾ ആ വൈബ്രേഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ ഒരു ബുഷ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡാംബർ ബുഷ്. ഇത് 2 എണ്ണം വെച്ച് വരുന്ന 4 പെയറാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡാംബർ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ക്ലീനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് അഴിച്ചെടുക്കുവാണ്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ 4 നെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ നെട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് അഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പഴയ ചെയിൻ സ്പ്രോക്കറ്റ്. ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതുപോലെ 4 ബോൾട്ട് വരുന്നുണ്ട്. സ്ക്വയർ ഹെഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ്. പഴകി ഏകദേശം തീർന്നു. അപ്പോൾ അത് മാറുവാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഇത് കിട്ടിയായിരുന്നു. 25,000 കിലോമീറ്ററിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിനി ഫ്രണ്ടിലെ സ്പ്രോക്കറ്റാണ് അഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഒരു സെൻസറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് റീഡിങ് എടുക്കുന്നത്. അപ്പം അതിനൊരു നമുക്ക് വരുന്ന 6 mm ബോൾട്ടാണ്. ബാക്കിയെല്ലാം 5 mm ചെറിയ ലങ്കി ബോൾട്ടാണ് വരുന്നത്. ഇതിൽ ലോക്കുണ്ട്. ആ ലോക്കൊന്ന് തിരിച്ചിട്ട് വേണം വലിച്ചു ഊരിയെടുക്കാൻ, എന്നാലും ഊരി പോരുള്ളൂ. നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു റോളോണിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MRP കൊടുത്തിരിക്കുന്നത് 1129 രൂപയാണ്. എനിക്ക് ഏകദേശം 1100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, എന്നാലും 1100 രൂപ ആ റേറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനുള്ള സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇതുപോലെ 2 സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ സ്പ്രോക്കറ്റ് വരുന്നത്. നമ്മുടെ സെയിം സ്പ്രോക്കറ്റ് തന്നെയാണ്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതേ സ്പ്രോക്കറ്റ് തന്നെയാണ്. പുറത്തുനിന്ന് മേടിച്ചതുള്ളൂ. റോളോ കമ്പനീൻ്റെ സ്പ്രോക്കറ്റാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റും വരുന്നത്. അപ്പോൾ ഇത് കണ്ട് ചെയിൻ ഉണ്ട്, സ്പ്രോക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെയിൻ ലോക്കും കാര്യങ്ങളൊക്കെ അതിന് തന്നെ കണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. ഇതൊരു ലോക്കാണ്, നേരത്തെ നമ്മൾ അയച്ചെടുത്ത കൂട്ട്. ഇനി ഏകദേശം ഒരു 10 തൊട്ട് 15 രൂപേൻ്റെ അടുത്ത് വിലയുള്ളൂ. അപ്പോൾ നമ്മൾ അഡീഷണൽ പുറത്തുനിന്ന് മേടിക്കണം. ഇത് നമ്മുടെ പുതിയ ചെയിനാണ്. അപ്പോൾ ഇതിനകത്ത് 6 എന്ന് പറഞ്ഞൊരു സിമ്പൽ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴയ ചെയിനാണ്. ഇതിനും 6 എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. 2 റോളോണിൻ്റെ തന്നെ സാധനമാണ് വരുന്നത്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ പുതിയ സ്പ്രോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ സ്പ്രോക്കറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് മറ്റേ ഭാഗം അകത്ത് പോകുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇതുപോലെ ആ കറക്റ്റ് ഹോളിലൊന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് സെറ്റാക്കി വെക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ 4 ബോൾട്ടുകൾ സ്ക്വയർ ബോൾട്ടാണ്, ബാക്കിൽ സ്ക്വയർ ഹെഡാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4 ബോൾട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 ബോൾട്ട് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് ബാക്കി വണ്ടിയിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് വേണേൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഒറ്റയടിക്ക് ടൈറ്റ് ചെയ്യരുത്, എന്നാലും അത് കറക്റ്റ് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബെൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡാംബർ ബുഷ് തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ ഡാംബർ ബുഷ് സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പഴകി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് നന്നായിട്ട് ഇങ്ങനെ കിടന്ന് ഇളകും. അപ്പോൾ വണ്ടിയുടെ സ്മൂത്ത്നെസ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ ഇളകുന്നതെന്ന് കണ്ട്. ഇതുപോലെ ഭയങ്കര ഒരു ഇളക്കായിരിക്കും. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുപോലെ കാർഡിലിടാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, ഒട്ടും ഇളക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുപോലെ തന്നെ കാർഡിലിടാം. അപ്പോൾ അതിങ്ങനെ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തിരിച്ച് ബുഷും കാര്യങ്ങളൊക്കെ ഇടുവാണ്. അപ്പോൾ ഈ ബുഷിലൊക്കെ നന്നായിട്ട് ഗ്രീസ് ആക്കിയിട്ട് വേണം ഇടാൻ. ഉള്ളിൽ വരുന്ന ഒരു മെറ്റലിൻ്റെ ഒരു ബുഷാണ് വരുന്നത്.
അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ആ ഒരു ആക്സിൽ ബോൾട്ടൊക്കെ കയറി പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഗ്രീസൊക്കെ ഇട്ടൊന്ന് ഫിറ്റ് ചെയ്യുക. ഇത് പൊട്ടിപ്പോയതുകൊണ്ടാണ് നമ്മുടെ ഡാമർ ബുഷ് പഴകിയിട്ട് കുറേ കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ പഴകി കഴിയുമ്പോൾ പൊട്ടിപ്പോകും. ഒന്നെങ്കിൽ അത് മാറണം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, എളുപ്പത്തിൽ ഇടാൻ പറ്റും. അപ്പോൾ എല്ലാം നന്നായിട്ട് ഗ്രീസൊക്കെ തേച്ച് നന്നായിട്ട് ഇടുക. അപ്പോൾ ഇടുമ്പോൾ എളുപ്പമുണ്ടാകും. നമ്മൾ ടയർ ഇടുമ്പോൾ ചാടി പോകത്തൊന്നുമില്ല, ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണ് പോകും. നന്നായിട്ട് ഗ്രീസ് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ഇതായിട്ടിരുന്നോളും. അപ്പോൾ നമ്മൾ ടയർ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ഫിറ്റ് ചെയ്യുവാണ്. എളുപ്പത്തിൽ തന്നെ ഫിറ്റ് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ അഴിച്ചെടുത്തോ അതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ചെയിനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്ററാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു ആക്സൽ ബോൾട്ടേലും നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഗ്രീസൊക്കെ തേക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടുപേരുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇടാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇടാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു മരത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൂട്ടി കൊടുക്കുക. ഇരുമ്പിൻ്റെ കഷ്ണം എന്ന് വെച്ച് മുട്ടരുത്, കാരണം ബോൾട്ടിൻ്റെ ഹെഡും കാര്യങ്ങളും നാശമായി പോകും. പിന്നെ നമ്മൾ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇടാൻ പോവാണ്. ഇതാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റ്. അപ്പോൾ ഒരു സൈഡ് ഫ്ലാറ്റ്, ഒരു സൈഡിൽ ഇങ്ങനെ കർവായിട്ടൊരു ഉള്ളോട്ട് നിൽപ്പുണ്ടാവും. അപ്പോൾ ഫ്ലാറ്റായിട്ട് വരുന്ന ഭാഗമാണ് അകത്തേക്ക് പോകേണ്ടത്, ആ കർവായിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പുറത്തേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാം, അതുപോലെ ചെയ്യുക. ഇനി ലോക്കാണ് ഇടേണ്ടത്. അപ്പോൾ ലോക്ക് ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതുണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചാൽ നമ്മുടെ ആ ബോൾട്ടിൻ്റെ ഹോളുകളില്ലേ ആ ഒരു ഭാഗത്തിലേക്ക്, ആ ത്രെഡ് വരുന്ന ഭാഗത്തേക്കൊന്ന് വെച്ചിട്ട് നമ്മുടെ 5mm ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ സെൻസറിൻ്റെ ആ ഒരു റീഡിങ് എടുക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സെൻസറാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ റീഡിങ് വരും. ആ കട്ടിങ് അനുസരിച്ച് റീഡിങ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളൊരു മാഗ്നറ്റ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചില പഴയ വണ്ടികളിലൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 6mm ഒരു ബോൾട്ടാണ്, അല്ലെങ്കിൽ ബോൾട്ടാണ്. അതും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മുടെ പുതിയ ചെയിനിൻ്റെ ലോക്ക് അഴിച്ചിട്ട് നമ്മൾ ചെയിൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ചെയിനിൻ്റെ ലോക്ക് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓറിങ്ങുകളുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ ലൂസാണെന്നുണ്ടെങ്കിൽ ചാടിപ്പോവും. എൻ്റെ ടൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ അഴിച്ച് നിൽക്കൊന്ന് കാണിച്ചു തരുന്നതാണ്. ടൈറ്റ് ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. ലൂസാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിടുമ്പോൾ അത് നോക്കിയിട്ടാൽ മതി. രണ്ട് സൈഡിലുണ്ട്, അങ്ങനെ ടോട്ടൽ 4 ഉണ്ട്. ഞാൻ 2 അഴിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗിയർ ഒന്ന് ന്യൂട്രലിലേക്ക് ഇടുക. അപ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെയിൻ ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെയിൻ്റെ ലോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ചെയിൻ്റെ ആ ഒരു ലോക്ക് ഇടുമ്പോൾ ബ്രേക്ക് ടയർ കുറച്ച് മുന്നോട്ട് തള്ളേണ്ടി വരും, അല്ലെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ആ ഓറിങ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഓറിങ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൂസാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. ഞാനത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം അഴിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ആ ഒരു ഭാഗം ഇട്ടു. ഇനി നമ്മൾ ചെയിൻ ലോക്ക് ഇടുമ്പോൾ നമുക്ക് ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കുക. എന്നിട്ട് ജസ്റ്റ് ആ പൊസിഷനിലേക്ക് ആ ഹോളിലേക്ക് ഇട്ടിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ആ ലോക്കൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ ചെയിന് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വീലൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യുകയാണ്. ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് വേണം അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ചെയിനിൻ്റെ അഡ്ജസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈറ്റ് ആക്കാൻ നന്നായിട്ട്. അപ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കാർഡിൽ വിടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അത് രണ്ട് സൈഡിലും ഒരേ ലെവലിലായിരിക്കണം.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈറ്റ് ആക്കുമ്പോൾ ഒരിക്കലും ബാക്കോട്ട് ടൈറ്റ് ആക്കരുത്. കാരണം രണ്ട് സൈഡിൽ അലൈൻമെൻറ്റ് മാറിപ്പോകും. അപ്പോൾ എപ്പോഴും മുന്നോട്ട് ടൈറ്റ് ചെയ്യുക. അതായത് ഇതുപോലെ ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ റിംഗ് സ്പാനറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിലോട്ട് ടൈറ്റ് ചെയ്യുക. ബാക്കോട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പുറകോട്ട് തള്ളി വരും. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു ലെവൽ മാറിപ്പോവും. അപ്പോൾ രണ്ട് സൈഡിൽ ആ ലെവലൊന്ന് ശ്രദ്ധിക്കുക. അത് ഒരേപോലെ ആയിരിക്കണം. ആ ഒരു റീഡിങ് കൊടുത്തിട്ടുണ്ട്, ആ ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റർ ഒന്ന് റെഡിയാക്കുക. നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതിൽ നന്നായിട്ട് ഗ്രീസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കമ്പനി വരുമ്പോൾ തന്നെയുള്ള ഗ്രീസാണ്, ഞാൻ ഇട്ടതല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവറും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ആ സ്പീഡോമീറ്ററിൻ്റെ സെൻസറും ഒക്കെ നമുക്കൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ സെൻസറൊക്കെ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിക്കും, ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.